എല്ലാ ആർക്കിടെക്ട്സും അതുപോലെ തന്നെ എല്ലാ സിവിൽ എഞ്ചിനീയേഴ്സും പ്ലാൻ വരയ്ക്കുമോ? അല്ലെങ്കിൽ ഈ ആർക്കിടെക്ട്സും സിവിൽ എഞ്ചിനീയേഴ്സും ഒക്കെ അവർ എന്തെല്ലാം മേഖലകളിലാണ് അവർ ജോലി ചെയ്യുന്നത്? അല്ലെങ്കിൽ എല്ലാവരും പ്ലാൻ വരയ്ക്കാൻ എക്സ്പേർട്ട് ആണോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി ആൾക്കാർക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾ സമീപിക്കേണ്ടത് ആരെയാണ് തുടങ്ങിയവയെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ലിബിൻ തോമസ്, ഗ്രീൻ നാഷണൽ ആർക്കിടെക്ചറിലെ ചീഫ് ഡിസൈനറാണ്. നമ്മുടെ ആരുടെയെങ്കിലും കയ്യോ കാലോ ഒക്കെ നമ്മൾ വീണൊരു ഫ്രാക്ചർ ആയി എന്നിരിക്കട്ടെ, ഒരിക്കലും നമ്മളൊരു കാർഡിയാക് സർജൻ്റെ അടുത്ത് പോയിട്ട് ചികിത്സ തേടാറില്ലല്ലോ. അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഓർത്തോ സർജനെ പോയി കണ്ടിട്ടാണല്ലോ നമ്മൾ ചികിത്സ മേടിക്കുക. അപ്പം എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എഞ്ചിനീയറിംഗ് സർവീസ് ഏതാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട്, അപ്പോൾ ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള ആവശ്യത്തിനും പർട്ടിക്കുലർ ആയിട്ടുള്ള രീതിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സും ആർക്കിടെക്ട്സും ആണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം ഏതാണോ അതിന് പർട്ടിക്കുലർ ആയിട്ട് ആ ആവശ്യങ്ങൾ അറിയുന്ന, അല്ലെ അത് ചെയ്ത് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തി അയാളുടെ അടുത്തുനിന്ന് അതിനുള്ള അറിവുകൾ നേടുക, അല്ലെ അയാളുടെ എക്സ്പെർട്ടൈസ് സ്വീകരിക്കുക എന്നുള്ളതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീട് നിർമ്മാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ കൊമേഴ്സ്യൽ ബിൽഡിംഗോ ഒക്കെ പണിയുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം. അപ്പം ഏതൊക്കെ തരം എഞ്ചിനീയേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് ഉണ്ട് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ ഒന്നാമതായിട്ടുള്ളത് റെസിഡൻഷ്യൽ ആർക്കിടെക്ട്സ് ആണ്. അതായത് ഈ വീടുകൾ പോലത്തെ ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ ചെറിയ കൊമേഴ്സ്യൽ ബിൽഡിങ്സ്, ഹോട്ടൽസ്, റിസോർട്ട്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ റെസിഡൻഷ്യൽ ആർക്കിടെക്ട്സ് എന്ന് വിളിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ റെസിഡൻഷ്യൽ ആർക്കിടെക്ട്സിലും പല കാറ്റഗറിയുള്ള ആൾക്കാരുണ്ട്. അതായത് ചിലർ എക്സ്പെർട്ടൈസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് പോലത്തെ കാര്യങ്ങളിലായിരിക്കും, ചിലർ എക്സ്പെർട്ടൈസ് ചെയ്യുന്നത് ഹോട്ടൽസ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറി ആയിട്ടുള്ള വലിയ വലിയ താമസ സൗകര്യങ്ങൾ കൊടുക്കുന്ന ഹോസ്റ്റൽ അങ്ങനത്തെ ബിൽഡിങ്ങുകളിലായിരിക്കും, ചിലർ കോളേജസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിരിക്കും ചിലർ എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എയർപോർട്ടുകൾ, അതല്ലെങ്കിൽ സിനിമാ തിയേറ്ററുകൾ, ഇങ്ങനെ ഓരോരോ പർട്ടിക്കുലർ ടൈപ്പ് റെസിഡൻഷ്യലിൻ്റെ പല പല ഏരിയകളിൽ എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ട്സ് ഉണ്ട്. അപ്പം നിങ്ങളുടെ പർപ്പസ് ഏതാണ് അതിനനുസരിച്ചുള്ള ഒരു റെസിഡൻഷ്യൽ ആർക്കിടെക്ട്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമതായിട്ടുള്ളൊരു കാര്യം. അടുത്ത ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് അഥവാ സ്ട്രക്ചറൽ ആർക്കിടെക്ട്സ് എന്ന് വിളിക്കുന്നത്. ഇത് പൊതുവെ സാധാരണക്കാരായ ആൾക്കാരൊന്നും പെട്ടെന്നൊന്നും ഇവരുടെ എക്സ്പെർട്ടൈസ് തേടാറില്ല. ആക്ച്വലി ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഡിസൈനർ ബിൽഡിംഗ് ഡിസൈൻ ചെയ്ത ഒരു ആർക്കിടെക്റ്റ് അതിൻ്റെ ഒരു എസ്തറ്റിക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിനൊരു ഡിസൈൻ നിർവഹിച്ചിട്ടുണ്ടാവും. അപ്പം ആ ഒരു സ്ട്രക്ചർ യഥാർത്ഥത്തിൽ നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പണിയണമെന്നുണ്ട് എങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റ്, അതായത് കമ്പികളുടെ എണ്ണം, അളവ്, അതുപോലെ തന്നെ ആ കമ്പി എങ്ങനെയാണ് അതിന്റെ റീഇൻഫോഴ്സ്മെന്റ്, കമ്പി കെട്ടേണ്ട രീതി, സ്ട്രക്ചർ പരമായ കാര്യങ്ങൾ, ഇത് സ്ട്രക്ചറിൽ വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ അതിന്റെ ലോഡ് ബെയറിങ് കാര്യങ്ങൾ, ഇതിന്റെ ടോട്ടൽ വെയിറ്റ് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ പഠിച്ച് അതിന്റെ സ്ട്രക്ചർ തീരുമാനിക്കുന്ന ആൾക്കാരാണ് ഈ സ്ട്രക്ചർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരം സ്ട്രക്ചർ എഞ്ചിനീയേഴ്സിന്റെ നല്ല ആപ്ലിക്കേഷൻ വരുന്നത് ഹൈ റൈസ് ആയിട്ടുള്ള മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിർമ്മിക്കപ്പെടുന്ന പാലങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ സ്ട്രക്ചർ എഞ്ചിനീയേഴ്സിന് നല്ല എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള അവരുടെ ഒപ്പീനിയൻസും അവരുടെ എഫേർട്ടും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ സ്ട്രക്ചർ എഞ്ചിനീയേഴ്സ് പൊതുവെ ആൾക്കാർ പെട്ടെന്നൊന്നും അങ്ങനെ അവരെ ഒരു സഹായം തേടാറില്ല. പക്ഷേ സ്ട്രക്ചർ എഞ്ചിനീയേഴ്സും തീർച്ചയായിട്ടും വളരെ വലിയൊരു റോള് എഞ്ചിനീയറിംഗിന്റെ ഫീൽഡിൽ വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി അടുത്ത ഒരു കാറ്റഗറിയാണ് അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്സ് എന്ന് വിളിക്കുന്നത്. ഇവര് പൊതുവെ ഓരോരോ റീജിയനെ പറ്റി പഠിച്ചതിന് ശേഷം അവിടുത്തെ ജോഗ്രഫിക്ക് അനുസരിക്കുന്ന പലതരം ചെടികൾ ഏതാണ്, അല്ലെങ്കിൽ അവിടുത്തെ മഴകളുടെ ഇന്റൻസിറ്റി, അതുപോലെ തന്നെ വെയില് തുടങ്ങിയവയൊക്കെ പരിഗണിച്ച് ഇവിടെ ഓരോ സ്ഥലത്തും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലാൻഡ്സ്കേപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ ലാൻഡ്സ്കേപ്പിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ, പേവിങ് സ്റ്റോൺസ്, അതിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ഇപ്പൊ ഡ്രെയിനേജ്, ഒരു സ്ഥലത്തിന്റെ വെള്ളത്തിന്റെ ഒഴുക്ക് എങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ അവിടുത്തെ ഡ്രെയിനേജുകൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അപ്പം തുടങ്ങി അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയർ റോഡിൻ്റെ അപ്രോച്ച് എങ്ങനെ വേണം ഡിസൈഡ് ചെയ്യാനായിട്ട്, ഒരു സ്ഥലത്തേക്കുള്ള ഒരു വിഷ്വൽ ലിയുള്ള ഭംഗി അതിന് കിട്ടുന്നത് എങ്ങനെയായിരിക്കും, ഇതിൻ്റെ പാർക്കിംഗ് ഏരിയകൾ എവിടെ ഫിക്സ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുക, അതിനെപ്പറ്റി കൺസേൺ ചെയ്യുക, അതിനെപ്പറ്റി ആലോചിച്ച് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ നമ്മളാരും അതിനെപ്പറ്റി സാധാരണ വീട് പണിയുന്ന ആൾക്കാരൊന്നും അത്ര വലിയ കാര്യമായിട്ട് ചിന്തിക്കാറില്ല. പക്ഷേ
വലിയ കോർപ്പറേറ്റ് വേൾഡുകളിൽ അതല്ലെങ്കിൽ ഒരു വലിയ ലാൻഡ്സ്കേപ്പ് എക്സ്പെഷ്യലി ഒരു ജോഗ്രഫിനെയൊക്കെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്സിന് വളരെ വലിയ റോള് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഉള്ള വേറൊരു തരം എക്സ്പെർട്ടൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്റീരിയർ ആർക്കിടെക്ട്സ് എന്ന് വിളിക്കുന്നത്. അതായത് അവർ കൂടുതലും അത് ഇന്റീരിയർ ആർക്കിടെക്ട്സ് ഉണ്ട്, ഇന്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റീരിയറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് നമ്മളൊരു വീടിന്റെ അകത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ അകത്തെ സ്പേസുകളെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇന്റീരിയർ ആർക്കിടെക്ട്സ് ആണ്. അതായത് ഇപ്പം നമ്മൾക്കൊരു വലിയ ബിൽഡിംഗ് ഉണ്ട് എന്നിരിക്കട്ടെ. ഇപ്പം അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നിർമ്മിക്കുന്ന ഒരു റൂമിൽ നമുക്ക് അക്വസ്റ്റിക് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി വേണമെന്നിരിക്കട്ടെ. അപ്പം അക്വസ്റ്റിക് ആയിട്ടുള്ള എലമെന്റ്സുകൾ എങ്ങനെ യൂസ് ചെയ്യണം, അപ്പം ആ ഒരു ഇന്റീരിയർ സ്പേസിനെ എങ്ങനെയൊക്കെ നമുക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്തതിൻ്റെ അക്വസ്റ്റിക് പ്രോപ്പർട്ടി നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഒരു സ്ഥലത്ത് എക്കോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ അവിടുത്തെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ സ്പേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, ഓരോ ഫർണിച്ചറിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കണം. ഇപ്പോൾ ഒരു കിച്ചൺ പറയുകയാണെങ്കിൽ കിച്ചൻ്റെ സ്ലാബിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ ഓവർ ഹെഡ് ഗ്യാബിൻ്റെ ആക്സസിങ് ഹാൻഡിലിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റി. അതായത് അവിടെ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു വലിപ്പം, അയാളുടെ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട്, അയാളുടെ ആ ഒരു അവിടുത്തെ ജീവിതം പരിഗണിച്ചുകൊണ്ട് അതിനനുസരിച്ചിട്ട് അവിടുത്തെ ഇന്റീരിയറിനെ പ്ലാൻ ചെയ്യുക, അതിൻ്റെ ഡിസൈൻസ് ഇടുക, അതിൻ്റെ കളേഴ്സ്, തീംസ് മുതലായ കാര്യങ്ങൾ സെലക്ട് ചെയ്യുക തുടങ്ങി ഇന്റീരിയറിനെ കൺസിഡർ ചെയ്യുന്ന ഡിസൈനുകൾ ചെയ്യുന്ന ആൾക്കാരാണ് പൊതുവെ ഇന്റീരിയർ ആർക്കിടെക്ട്സ് എന്ന് വിളിക്കുക. അപ്പം ഇത്തരം ആൾക്കാർ ഇപ്പോൾ ഒരു വീട് പോലത്തെ സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ ഇന്റീരിയർ ഡിസൈനേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് ഇടപെടുക. പക്ഷേ ഇന്റീരിയർ ആർക്കിടെക്ട്സ് ഇപ്പോൾ ഒരു വലിയ സ്പേസ്, അതായത് ഇപ്പോൾ ഒരു എയർപോർട്ട് പോലത്തെ ഫെസിലിറ്റി, അങ്ങനത്തെ വലിയ സ്പേസിലേക്കൊക്കെ വരുമ്പോൾ ഇന്റീരിയർ ആർക്കിടെക്ട്സിന് സത്യം പറഞ്ഞാൽ ഒരു വലിയ റോൾ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ളൊരു കാറ്റഗറിയാണ് കൊമേഴ്സ്യൽ ആർക്കിടെക്ട്സ് എന്ന് വിളിക്കുന്നത്. അതായത് വലിയ വലിയ കൊമേഴ്സ്യൽ ബിൽഡിങ്സ്, അതായത് വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾ, അതുപോലെ തന്നെ വലിയ വലിയ കൺവെൻഷൻ സെന്ററുകൾ തുടങ്ങി കൊമേഴ്സ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ബിൽഡിങ്ങുകളും ഏരിയകളും ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഇത്തരം കാര്യങ്ങൾ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ ആർക്കിടെക്ട്സ് ഉണ്ട്. അവർ ഈ എക്സ്റ്റീരിയർ ഫസാഡ്സ് തീരുമാനിക്കപ്പെടുന്നതിൽ എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഈ കൊമേഴ്സ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ അതിൻ്റെ റൂളും നിയമങ്ങളും ഒക്കെ കൃത്യമായിട്ട് എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ട്സ് ആണ് പൊതുവെ ഈ കൊമേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനിയൊരു കാറ്റഗറിയിൽ പെടുന്ന ഒരാൾക്കാരാണ്, അത് പൊതുവെ നമ്മളാരും അങ്ങനെ കാണാറില്ല, അതായത് സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇടപെടേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നില്ല. അവരാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടൗൺ പ്ലാനേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു വലിയ ടൗൺ, ഒരു വലിയ സ്പേസ്, വലിയ ഏരിയ, അത് പൊതുവെ ഈ ടൗൺ പ്ലാനേഴ്സ് ഉള്ളത് നമ്മുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഇപ്പം കോർപ്പറേഷൻ ഓഫീസുകളിലൊക്കെ ആയിരിക്കും ടൗൺ പ്ലാനേഴ്സിനെ പൊതുവെ നമ്മൾ കാണുക. അപ്പം അവരാണ് ഒരു റീജിയൻ അടുത്ത 30 വർഷത്തേക്ക് ഈ ഏരിയ എങ്ങനെയായിരിക്കും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് കണക്കാക്കി അവിടുത്തെ ഡ്രെയിനേജിൻ്റെ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ അവിടുത്തെ റോഡുകളുടെ വിഡ്ത്ത് എത്ര വേണം, അല്ലെ ഭാവിയിലേക്ക് ഈ റോഡുകൾ എങ്ങനെയാണ് വികസിപ്പിക്കേണ്ടത് തുടങ്ങിയവയെ പറ്റിയൊക്കെ പരിഗണിച്ച് ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 30 വർഷം 50 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു എൻ്റയർ ടൗൺഷിപ്പ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള രൂപരേഖ തയ്യാറാക്കുന്ന ആൾക്കാരാണ് ടൗൺ പ്ലാനേഴ്സ് എന്ന് പറയുക. ഇനി അടുത്ത ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് പ്രൊജക്ട് എഞ്ചിനീയേഴ്സ് അഥവാ പ്രൊജക്ട് പ്ലാനേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാനിങ് വരയ്ക്കുകയോ അല്ലെങ്കിൽ ഡിസൈൻ പരമായ കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്ന ആൾക്കാരല്ല ഈ പ്രൊജക്ട് എഞ്ചിനീയേഴ്സ് അഥവാ പ്രൊജക്ട് പ്ലാനേഴ്സ് എന്ന് പറയുക. ഇവർ സത്യം പറഞ്ഞാൽ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രകാരം, ആ ഡ്രോയിങ് പ്രകാരം ഇതിനെ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ പ്രൊജക്ട് എഞ്ചിനീയേഴ്സ് എന്ന് വിളിക്കുക. സത്യം പറഞ്ഞാൽ ഏറ്റവും എക്സ്പെർട്ടൈസ് വേണ്ടതും വളരെയധികം സ്കില്ലും കഴിവും ഒക്കെ വേണ്ട ഒരു ഫീൽഡാണ് ഈ പ്രൊജക്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന ജോലി. അതായത് പല ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യുക, ഒരു പ്രൊജക്റ്റ് കൃത്യമായ ടൈം ഷെഡ്യൂളിൽ പറഞ്ഞ പ്രകാരം, പറഞ്ഞ ഡ്രോയിങ് പ്രകാരം ഒരു മിസ്റ്റേക്ക് കൂടാതെ നടത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് എഞ്ചിനീയറുടെ കഴിവാണ്. അതായത് ഒരു പ്രൊജക്റ്റ് എന്ന് തുടങ്ങണം, അത് ഏത് ഘട്ടം ഏത് സമയത്ത് പൂർത്തീകരിക്കണം, ഇത് എന്ന് ഹാൻഡ് ഓവർ ചെയ്യണം, അത് കൃത്യമായി പ്ലാൻ ചെയ്യുന്നതൊക്കെ ഈ പ്രൊജക്ട് എഞ്ചിനീയേഴ്സാണ്. അതായത് ഇപ്പോൾ നമുക്കെല്ലാം അറിവുള്ളതുപോലെ ഈ കൊച്ചി മെട്രോ ഒക്കെ പണിത് നമ്മുടെ ശ്രീധരൻ സാറൊക്കെ ഈ പ്രൊജക്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. കാരണം അവർ എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണ് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളത്. അപ്പം ഇതിൽ തന്നെ ഒത്തിരി മേഖലയിൽ എക്സ്പെർട്ടൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പൊതുവെ ഇത്തരം ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റുന്ന പ്രൊജക്ട് എഞ്ചിനീയേഴ്സ് എന്ന് തന്നെയാണ്. അപ്പം ഇവരുടെ ഒരു കഴിവും അല്ലെ ഇവർ സൈറ്റിലെടുക്കുന്ന ഒരു എഫേർട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് കൃത്യമായിട്ട് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ ഇന്ന് കാണുന്ന
പല നിർമ്മിതികളും ഉണ്ടാക്കുന്നതിന് മുമ്പിൽ പ്രൊജക്ട് എഞ്ചിനീയേഴ്സിൻ്റെ ഒരു വളരെ വലിയ കഴിവും അവരുടെ അധ്വാനവും ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് കൂടാതെ തന്നെ ഒത്തിരി അധികം എൻജിനീയറിങ്ങിൻ്റെ മേഖലകളുണ്ട്. അതുപോലെ തന്നെ പല പല മേഖലകളിൽ എക്സ്പെർട്ടൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം കൃത്യമായ കാര്യങ്ങൾ അറിവുള്ള ആൾക്കാരെ ആ കൃത്യമായ പ്രൊജക്റ്റിൽ കൊണ്ടുവരിക എന്നുള്ളതും അവരുടെ എക്സ്പെർട്ടൈസ് നമ്മൾ അതാത് സ്ഥലങ്ങളിൽ സ്വീകരിക്കുക എന്നുള്ളതുമാണ് ഒരു നല്ല പ്രൊഡക്റ്റ് അഥവാ ഒരു നല്ല ബിൽഡിംഗ്, ഒരു നല്ല നിർമ്മിതി ഉണ്ടാകാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം ഒരു നല്ല ഒരു എഞ്ചിനീയറിംഗ് പ്രാക്ടീഷണർ, ആർക്കിടെക്ട് പ്രാക്ടീഷണർ ഇപ്പം ഞങ്ങളുടെയൊക്കെ ഫേം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത്തരം പല പല എക്സ്പേർട്സിനെ നമ്മൾ കൂട്ടിയിണക്കുകയും അവരുടെ കയ്യിൽ നിന്ന് ഇപ്പം പ്രോപ്പറായ കാര്യങ്ങൾക്ക് ആരുടെ എക്സ്പെർട്ടൈസ് നമുക്ക് വേണം അത്തരം ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് നമുക്കൊരു ബിൽഡിംഗ് നിർമ്മിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ നിങ്ങൾ എല്ലാ എഞ്ചിനീയേഴ്സിനെയും നമ്മൾ പ്ലാൻ വരയ്ക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കഴിവുള്ളവരാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഓരോരുത്തരും എക്സ്പെർട്ടൈസ് ചെയ്യുന്ന ഫീൽഡുകളുണ്ട്. അപ്പം പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ നിങ്ങളുടെ ആവശ്യം പരിഗണിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങളിൽ നാളെ ഇനി വീട് പണിയാനിറങ്ങുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.